And our goal is not in hand. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമ്മളിന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1913 എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ സെയിൽ ഓഫ് ഗുഡ്സിലെ ബാക്കി പാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സബ്ജക്ട് മാറ്റർ ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് വെച്ചാൽ ഗുഡ്സ്, പിന്നെ പ്രൈസ്, അതുപോലെ എഫക്റ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ്, ഈ 3 ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് സബ്ജക്ട് മാറ്റർ ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. സെക്ഷൻ 6ലാണ് പറയുന്നത്. സെക്ഷൻ 6 ഓഫ് ദ ആക്ട്സ് പ്രൊവൈഡ്സ് ദാറ്റ് ഗുഡ്സ് ഫോം ദ സബ്ജക്ട് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ഗുഡ്സ് ആണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 7 ഗുഡ്സ് മീൻസ്, ഇപ്പൊ ഗുഡ്സ് എന്ന് പറയുന്നുണ്ട്, അത് ഗുഡ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടി, എല്ലാ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്. അതർ ദാൻ ഓപ്ഷനബിൾ ക്ലെയിം ആൻഡ് മണി. ഓപ്ഷനബിൾ ക്ലെയിം, മണിയിൽ. ഓപ്ഷനബിൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോർട്ട് ഓഫ് ലോയിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ക്ലെയിം ആണ്. അപ്പോൾ അത് ഇൻടാഞ്ചിബിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓപ്ഷനബിൾ ക്ലെയിം അല്ല, മണി അല്ലാത്ത ബാക്കി എല്ലാത്തിനും നമ്മൾ ഗുഡ്സ് എന്ന് പറയും. ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്ക്, സ്റ്റോക്ക് ഉണ്ട് അതിനകത്ത്. ആൻഡ് ഷെയർസ്, ഷെയർസ് വരുന്നുണ്ട്. ഗ്രോയിങ് ക്രോപ്സ്, നമ്മൾ വളർത്തിയെടുക്കുന്ന ക്രോപ്സ്, കൃഷിക്ക് നമ്മൾ വളർത്തിയെടുത്ത ക്രോപ്സ്. ആൻഡ് തിങ്സ് അറ്റാച്ച് ടു ഓർ ഫോമിങ് പാർട്ട് ഓഫ് ലാൻഡ്, ലാൻഡിന്റെ അറ്റാച്ച് ആയിട്ടുള്ള വെച്ചാൽ ലാൻഡിലുള്ള ട്രീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വരും. വിച്ച് ആർ എഗ്രീഡ് ടു ബി സെർവ്ഡ് ബിഫോർ സെയിൽ. അപ്പോൾ അത് സിവിയർഡ്, വിച്ച് ആർ എഗ്രീഡ് ടു ബി സിവിയർഡ് ബിഫോർ സെയിൽ. അത് നമ്മൾ റിമൂവ് ചെയ്യാന്ന്, സെയിലിന് മുന്നേ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പാർട്സ് എന്തെങ്കിലും ഉണ്ട് അത്. ഓർ അണ്ടർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ, ഇപ്പം കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ സെയിലിന് മുന്നെയോ അത് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ മെയിൻലി ഇൻക്ലൂഡ് ആവാത്ത മണിയും ഓപ്ഷനബിൾ ക്ലെയിമും ആണ്. എന്തൊക്കെ ഇൻക്ലൂഡ് ആവുന്നത്? ബാക്കി എല്ലാ മൂവബിൾ ഗുഡ്സും, അതേപോലെ സ്റ്റോക്ക്, ഷെയർസ്, പിന്നെ ഗ്രോയിങ് ക്രോപ്സ്, പിന്നെ ഫോമിങ് പാർട്ട് ഓഫ് ലാൻഡ് വിച്ച് ആർ സപ്പോസ് ടു ബി റിമൂവ്ഡ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പം നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന് വേണ്ടിയിട്ട് ഗുഡ്സിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പം നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന ടൈപ്സ് ഓഫ് ഗുഡ്സ് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് ഗുഡ്സ് ഓൺഡ് ഓർ പൊസസ്ഡ് ബൈ ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ആർ കോൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. കോൺട്രാക്ട് വെക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഗുഡ്സ് അവിടെ ഉണ്ട്, അത് എക്സിസ്റ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾക്ക് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ നമുക്ക് പലതായിട്ട് പിന്നെ ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ സ്പെസിഫിക് ഗുഡ്സ്. സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are goods identified and agreed upon at the time of making of a contract of sale. കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എന്നിട്ട് അത് ഡിസൈഡ് ചെയ്യണം ഇന്നതാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു BMW കാർ ഇന്ന മോഡൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അത് ഒരു സ്പെസിഫിക് ഗുഡാണ്. എനിക്കറിയാം കൃത്യമായിട്ട് എന്താണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കേസിൽ വരുന്നത് സ്പെസിഫിക് ഗുഡ്സ് ആണ്. സെക്കൻഡ്, അസർട്ടൈൻഡ് ഗുഡ്സ്. അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ ഗുഡ്സ് ഐഡന്റിഫൈഡ് ആൻഡ് അഗ്രീഡ് അപ്പോൺ സബ്സിക്വന്റ് ടു ദ ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ ഫോം ചെയ്തതിന് ശേഷം ഞാനത് ഐഡന്റിഫൈ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്ഥലത്ത് പോയിട്ട് പറയുകയാണ് എനിക്ക് കാറ് വേണമെന്ന് പറയുകയാണ്. കാറ് വേണമെന്ന് ഞാൻ അഗ്രി ചെയ്തു. കോൺട്രാക്ട് ഓഫ് സെയിൽ ആയതിനു ശേഷം അവരെന്നെ കാർ ഏതൊക്കെ കാർ ഉണ്ടെന്ന് അവിടെ കാണിക്കാൻ കൊണ്ടുപോയി. അതിൽ നിന്ന് ഞാനൊരെണ്ണം സെലക്ട് ചെയ്തു. ഇതിനാണ് അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. Unascertained goods or generic goods. These are goods which are not identified and agreed upon at the time of contract of sale. ഇത് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടോ അഗ്രി ചെയ്തിട്ടോ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് പറയാണ് എനിക്ക് കാറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അഗ്രിമെന്റ് അങ്ങ് സൈൻ ചെയ്യാണ്. അപ്പോൾ ഇതാണ് അൺഅസർട്ടൈൻഡ് ഓർ ജനറിക് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണ് ഫസ്റ്റ് ടൈപ്പ്. അതിൽ 3 എണ്ണമാണ് പറഞ്ഞത്: സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ് ആൻഡ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കാം, ഫ്യൂച്ചർ ഗുഡ്സ്. ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഗുഡ്സിന്റെ ഓപ്പോസിറ്റ് ആണ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് നമ്മൾ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, ഇതങ്ങനെ ഇല്ല. അപ്പം എന്താ നോക്കാം, ഇറ്റ് മീൻസ് ഗുഡ്സ് വിച്ച് ആർ ടു ബി മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ അക്വയർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ ആക്കി കഴിഞ്ഞതിന് ശേഷം വേണം ആ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് അയാൾ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സെല്ലറിന്റെ കയ്യിൽ ഇപ്പം ഇല്ല, അത് അക്വയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിനെ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ദീസ് ഗുഡ്സ് ആർ നോട്ട് ഇൻ ദ പൊസിഷൻ ഓഫ് സെല്ലർ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ സമയത്ത് ആ സാധനം കയ്യിലില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾ പറയാണ്
എനിക്ക് ഇന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിറ്റുവേഷൻ നമുക്ക് സെയിൽ ശരിക്കും ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്ട് ഓഫ് സെയിൽ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. നെക്സ്റ്റ് കണ്ടിൻജന്റ് ഗുഡ്സ്. കണ്ടിൻജന്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ദ അക്വിസിഷൻ ഓഫ് വിച്ച് ബൈ ദ സെല്ലർ ഡിപ്പെൻഡ്സ് അപ്പോൺ എ കണ്ടിൻജൻസി വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൺ ആർ കോൾഡ് കണ്ടിൻജന്റ് ഗുഡ്സ്. ഒരു കണ്ടിൻജൻസിയുടെ ബേസിൽ ഫ്യൂച്ചർ നടക്കാം നടക്കാതിരിക്കാം എന്നുള്ള ഒരു സംഭവത്തിന്റെ ബേസിലാണ് നമുക്ക് ആ ഗുഡ്സ് എക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ കണ്ടിൻജന്റ് ഗുഡ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എഗ്രിമെന്റിൽ വെക്കുവാണ്, ഞാൻ ഇന്ന ഷിപ്പിൽ ഇന്ന സാധനം വരുവാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുകയാണെങ്കിൽ അത് കണ്ടിൻജന്റ് ഗുഡ്സ് ആണ്. വരുമോ എന്ന് നമുക്ക് തന്നെ ഉറപ്പില്ലാത്ത സിറ്റുവേഷൻ ആണ്, ഫ്യൂച്ചറിൽ നടക്കാം നടക്കാതിരിക്കാം, അതിനാണ് നമ്മൾ കണ്ടിൻജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പ്രൈസ് ആണ്. പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിൽ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് എസെൻഷ്യൽ ആണെന്ന്. പ്രൈസ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ. പ്രൈസ് മീൻസ് ദ മണി കൺസിഡറേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്. പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട പൈസയാണ്, അതിന് കൊടുക്കുന്ന കൺസിഡറേഷൻ ആണ്. ഇഫ് നോ കൺസിഡറേഷൻ ഈസ് പെയ്ഡ് ഇറ്റ് ഈസ് നോട്ട് എ സെയിൽ. ഇപ്പം കൺസിഡറേഷൻ കൊടുത്തില്ലെങ്കിൽ അതിന് സെയിൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പം പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് സെയിൽ എസെൻഷ്യൽ ആണ്, അതില്ലാതെ അത് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയാൻ പറ്റില്ല. ഇനി പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പല മോഡ്സ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ദ പ്രൈസ് മേ ബി ഫിക്സ്ഡ് ബൈ ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഇറ്റ്സെൽഫ്. നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ പറയാണ് ഇന്നതായിരിക്കും അതിന്റെ പ്രൈസ്, രണ്ട് പാർട്ടിയും കൂടി ഫിക്സ് ചെയ്യാണ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ അതിന് ഫസ്റ്റ് മോഡ് ഓഫ് ഫിക്സേഷൻ ആണ്. സെക്കൻഡ്, ദ കോൺട്രാക്ട് മേ പ്രൊവൈഡ് ഫോർ ദ മാനർ ഇൻ വിച്ച് ദ പ്രൈസ് ഈസ് ടു ബി ഫിക്സ്ഡ്. അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ പറയാണ് ഇന്ന രീതിയിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തോളാം എന്ന് കോൺട്രാക്റ്റിൽ തന്നെ പറയുകയാണെങ്കിൽ അത് ഒരു മോഡായിട്ട് നമ്മൾ പറയും. ഇനി തേർഡ് മോഡ് എന്ന് പറയുന്നത്, ദ പ്രൈസ് മേ ബി ഡിറ്റർമിൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ആ പാർട്ടീസ് തമ്മിലുള്ള ഡീലിങ്സിന്റെ ഇടയിൽ നമ്മളത് ഡിസൈഡ് ചെയ്തോളാം എന്ന രീതിയിൽ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം. നെക്സ്റ്റ്, സംടൈംസ് ദ എഗ്രിമെന്റ് മേ പ്രൊവൈഡ് ഫോർ ദ പ്രൈസ് ടു ബി ഫിക്സ്ഡ് ബൈ ദ വാല്യൂഷൻ ഓഫ് തേർഡ് പാർട്ടി. ചില സമയത്ത് നമുക്ക് പറയാം ഒരു തേർഡ് പാർട്ടി വന്നിട്ട് അയാൾ വാല്യൂ ചെയ്യണം, എന്നിട്ട് അയാൾ പറയുന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന്. അപ്പോൾ ആ രീതിയിലും നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം. ശരിക്കും ഈ 4 രീതിയിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ പറയുന്നത്, വെദർ പ്രൈസ് ഈസ് നോട്ട് ഫിക്സ്ഡ് ഇൻ എനി ഓഫ് ദ എബവ് മോഡ്സ്. ഈ പറഞ്ഞ 4 മോഡിലും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ദ ബയർ ഷാൽ പേ എ റീസണബിൾ പ്രൈസ് ആസ് കൺസിഡറേഷൻ. അങ്ങനെയാണെങ്കിൽ ബയർ ഒരു റീസണബിൾ പ്രൈസ് കൊടുക്കണം കൺസിഡറേഷൻ ആയിട്ട്. അത് എത്രയാന്നില്ല, ബയർ എത്രയാണ് റീസണബിൾ ആയിട്ട് തോന്നുന്നത് അത് കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തിരിക്കണം. എന്തായാലും കൺസിഡറേഷൻ വേണം. അപ്പോൾ ഇതാണ് പ്രൈസിനെ പറ്റി പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ പറയുന്ന ഒരു ടേം ആണ് ഏർണസ്റ്റ് എന്ന് പറയും. സംടൈംസ് അറ്റ് ദ ടൈം ഓഫ് ദ എഗ്രിമെന്റ് ഫോർ സെയിൽ ദ ബയർ മേ ഗിവ് സം മണി ഓർ വാല്യുബിൾ എ സെക്യൂരിറ്റി ഫോർ ദ ഡ്യൂ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട്. ചില സമയത്ത് നമ്മൾ സെയിലിന്റെ എഗ്രിമെന്റ് നടത്തുവാണ്, സെയിലല്ല സെയിലിന്റെ എഗ്രിമെന്റ് നടത്തുവാണ്. അപ്പം ബയർ ഒരു ടോക്കൺ പോലെ വെച്ചാൽ ഒരു പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾസോ ആ കോൺട്രാക്ട് ക്യാൻസലായി പോവാതിരിക്കാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി പോലെ കൊടുക്കുവാണ്. This payment which is to be taken as token of good faith is termed as earnest. അപ്പോൾ ഇങ്ങനെ ടോക്കൺ പോലെ നമ്മൾ കൊടുക്കുന്ന ഇതിനാണ് ഏർണസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ കോൺട്രാക്ട് ഈസ് പെർഫോം ദ പേയ്മെന്റ് മെയ്ഡ് മേ ബി അഡ്ജസ്റ്റഡ് ഇൻ ദ പ്രൈസ്. ഇപ്പോൾ കോൺട്രാക്ട് നടക്കുവാണെങ്കിൽ ആ പൈസ നമുക്ക് അതിന്റെ പ്രൈസിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട് ബാക്കി പൈസ കൊടുത്താൽ മതിയാവും. If the buyer defaults in the contract, the seller may forfeit the amount. ഇനി ബയർ ആണ് കോൺട്രാക്റ്റിൽ ഡിഫോൾട്ട് വരുത്തുന്നതെങ്കിൽ സെല്ലറിന് ആ എമൗണ്ട് ക്യാൻസൽ ചെയ്യാം, തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. However, this concept of earnest has been distinguished from part payment. ശരിക്കും ഏർണസ്റ്റ് എന്ന് പറയുന്ന പാർട്ട് പേയ്മെന്റ് അല്ല, അത് രണ്ടും ഡിഫറെന്റ് ആണ്. If the initial payment is intended as part payment, the seller has no right to forfeit the amount. ഇനിയിപ്പോൾ അത് പാർട്ട് പേയ്മെന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സെല്ലർ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. ദ സെല്ലർ മേ ക്ലെയിം ഡാമേജസ് ഇഫ് എനി ത്രൂ ദ കോർട്ട് ഓഫ് പ്രൊസീജിയർ. അതേപോലെ തന്നെ സെല്ലറിന് ആ കോർട്ടിൽ വെച്ചിട്ട് അത് നമുക്ക് ഡാമേജസിന് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എൻ്റെ അടുത്തുനിന്ന് ഈ പെർഫോമൻസിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പം ഞാനിത് പെർഫോം ചെയ്യാൻ റെഡിയാണ്, പക്ഷെ അയാൾ വാങ്ങിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഡാമേജസും ക്ലെയിം ചെയ്യാം. അപ്പം ഇതിനാണ് ഏർണസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എഫക്ട്സ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് നശിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ എഫക്ട്സ് എന്താണ് വരുന്നത്? 3 സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ.
ഒന്നാമത്തെ ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ മേക്കിംഗ് ഓഫ് കോൺട്രാക്ട് ആക്കുന്നതിന് മുന്നേ ഗുഡ്സ് പെരിഷ് ആവാണ്. അതിൽ a contract for sale of goods for specific goods is void if at the time when the contract was made the goods have without the knowledge of seller perished. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഗുഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ സെല്ലർ അറിഞ്ഞില്ല അത് പെരിഷായി പോയിന്ന്, എന്നിട്ടാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്ട് വോയിഡ് ആയിരിക്കും, കോൺട്രാക്ട് ക്യാൻസൽ ആവും. If the goods are so damaged that no longer answerable to the description in the contract. അപ്പോൾ കോൺട്രാക്റ്റിൽ പറഞ്ഞതിന് ആ രീതിയിലുള്ള ഗുഡ്സ് അല്ല ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത്, അത് ഡാമേജ് ആയി പോയെങ്കിൽ അതിന് ആരുടെ മിസ്റ്റേക്ക് ഒന്നും അല്ലെങ്കിൽ കോൺട്രാക്ട് വോയിഡ് ആവും. ഇനി ഗുഡ്സിന്റെ കുറച്ച് മാത്രം ഡിസ്ട്രോയ് ആയി ഡാമേജ് ആവുകയാണെങ്കിൽ അപ്പോൾ അത് എങ്ങനെയുള്ള കോൺട്രാക്റ്റാണെന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ ലയബിലിറ്റി അല്ലെങ്കിൽ അത് വോയിഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കോൺട്രാക്ട് ഡിവിസിബിൾ ആണ് എന്നുവെച്ചാൽ ഇത്ര ഗുഡ്സ് നമുക്ക് സ്പെസിഫിക്കലി മാറ്റി വെച്ച് ഡിവിസിബിൾ ആയിട്ട് പകുതി മാത്രം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബയറിനെ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം, നല്ല കണ്ടീഷനുള്ള ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അങ്ങനെ ഡിവിസിബിൾ അല്ലാത്ത ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ബയറിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഫസ്റ്റ് കേസ്, ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ മേക്കിംഗ് ആ കോൺട്രാക്ട്. ഇനി രണ്ടാമത്തെ ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ സെയിലിന് മുന്നേ ചീത്തയായിപ്പോയി, ബട്ട് ആഫ്റ്റർ എഗ്രിമെന്റ് ടു സെയിൽ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചീത്തയായി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ an agreement to sell specific goods becomes void if subsequently the goods without any fault on the part of the seller or buyer perish. അപ്പോൾ ഇതും വോയിഡ് ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ അത് ആ ഗുഡ്സ് ചീത്തയായിരിക്കുന്നത് ആരുടെയും മിസ്റ്റേക്ക് അല്ല, പാർട്ട് ഓഫ് ദ സെല്ലറും ബയറും രണ്ടാളുടെയും ഫോൾട്ട് കൊണ്ടല്ല അത് സംഭവിച്ചെങ്കിൽ, ഓർ ബിക്കം സോ ഡാമേജ് ആസ് നോ ലോങ്ങർ ആൻസർ ടു ദ ഡിസ്ക്രിപ്ഷൻ ദ എഗ്രിമെന്റ്. അപ്പോൾ അല്ലെങ്കിൽ അത് ഡാമേജ് ആയി പോവുകയാണ്, നമ്മൾ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് എന്ന രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാത്ത രീതിയിൽ ഡാമേജ് ആയി പോവുകയാണെങ്കിൽ അത് വോയിഡ് ആയിരിക്കുവാണ്. അപ്പോൾ അതിൽ കുറച്ച് റിക്വയർമെന്റ്സ് ആവശ്യമുണ്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദർ ഈസ് ഓൺലി എൻ എഗ്രിമെന്റ് ടു സെൽ മാത്രമേ ആയിട്ടുള്ളൂ, സെയിൽ നടന്നിട്ടില്ല. ദ ലോസ് ഈസ് കോസ് ടു സ്പെസിഫിക് ഗുഡ്സിനാണ് ലോസ് വന്നിരിക്കുന്നത്. ദ ലോസ് ഈസ് നോട്ട് ആട്രിബ്യൂട്ടബിൾ ടു ദ ഫോൾട്ട് ഓഫ് എനി പാർട്ടി, ആരുടെയും മിസ്റ്റേക്ക് കൊണ്ടല്ല വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ദ ഗുഡ്സ് ഹാവ് പെരിഷ്ഡ് ബിഫോർ ദ റിസ്ക് പാസസ് ടു ദ ബയർ. അപ്പൊ അതിൽ ബയറിന് റിസ്ക് പാസ് ചെയ്യുന്നതിന് മുന്നേ ആ ഗുഡ്സ് ചീത്തയായിപ്പോയി, ബയറിന്റെ കയ്യിൽ ഓണർഷിപ്പ് വരുന്നതിന് മുന്നേ ഗുഡ്സ് ചീത്തയായിപ്പോയി. അപ്പൊ ഇത്രയും സിറ്റുവേഷൻസ് ആണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ വർക്ക് ആവുള്ളൂ. നെക്സ്റ്റ്, പെരിഷിംഗ് ഓഫ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. തേർഡ് സിറ്റുവേഷൻ പറയുന്നത് അൺഅസർട്ടൈൻഡ് ഗുഡ്സിന്റെ പെരിഷ് ആവുന്നതാണെങ്കിൽ, അപ്പൊ അതിനകത്ത് പറയുന്നത് സ്പെസിഫിക് ഗുഡ്സിന്റെ കാര്യം മാത്രമേ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ, അൺഅസർട്ടൈൻഡ് ഗുഡ്സിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ അൺഅസർട്ടൈൻഡ് ഗുഡ്സിന്റെ കേസ് ആണെങ്കിൽ, ഈവൺ ഇഫ് ദ ഹോൾ ഓഫ് ദ ഗുഡ്സ് വിത്ത് ദ സെല്ലർ ഇസ് ഡിസ്ട്രോയിഡ് ഹി വിൽ നോട്ട് ബി റിലീവ്ഡ് ഫ്രം ദ ലയബിലിറ്റി ഇഫ് ഗുഡ്സ് ആർ അൺഅസർട്ടൈൻഡ്. അൺഅസർട്ടൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ ഗുഡ്സ് എന്ന് ഏതാന്ന് പറഞ്ഞിട്ടില്ല അല്ലെ, അങ്ങനെയാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഗുഡ്സ് മുഴുവൻ നശിച്ചു പോയാലും അയാൾക്ക് ആ ലയബിലിറ്റി അവിടെ കിടക്കും. എന്നുവെച്ചാൽ ഏത് ഗുഡ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാനെന്ന് പറഞ്ഞിട്ടില്ല, അവിടെ ബയറിന് ഏത് ഗുഡാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ലയബിലിറ്റി ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സിന്റെ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. അതിനകത്ത് നമ്മൾ പല ടൈപ്സ് ഓഫ് ഗുഡ്സിനെ പറ്റി പഠിച്ചു, 3 ടൈപ്പ് ഓഫ് ഗുഡ്സ് അല്ലേ. പിന്നെ പ്രൈസ് എന്താണെന്നും അത് ഓരോ മോഡ്സ് ഓഫ് ഫിക്സിംഗ് പ്രൈസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏർണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ്, ആ സമയത്ത് ഉണ്ടാകുന്ന എഫക്ട്സ് എന്താണ്, 3 സിറ്റുവേഷണൽ എഫക്ട്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതോടെ നമ്മുടെ യൂണിറ്റ് 1 കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.